So, നമ്മൾ സീക്വൻസസിൻ്റെ കൺവേർജൻസിന് എക്സാമ്പിൾസ് ആണ് കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ കുറച്ച് ലിമിറ്റുകൾ ശ്രദ്ധിച്ചു. ലിമിറ്റ് ഓഫ് 1/n raised to p, it converges to 0 if p is any positive. If p is any positive real number. പിന്നെ നമ്മൾ കണ്ടത് a raised to 1/n converges to 1 where a is a positive real number. ഇന്നലെ നമ്മൾ ചെയ്ത പക്ഷേ a greater than 1-നാണ് ചെയ്തത്. a greater than 0-ന് അത് പ്രൂവ് ചെയ്യാൻ പറ്റും, പിന്നീട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ n raised to 1/n converges to 1, അത് നമ്മൾ കണ്ടു. ലിമിറ്റ് ഓഫ് n raised to 1/n is 1. Now we consider another sequence. This is also an important sequence. R raised to n. Geometric sequence എന്ന് പറയും, with common ratio r എന്ന് പറയും. So this is the sequence of the form r, r square, r cube, r raised to 4, etc. So this sequence converges when the value of r is either 1 or modulus of r is less than 1. That is, ഇതിൻ്റെ ബിഹേവിയർ ആറിൻ്റെ വാല്യൂവിനനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഈ കോമൺ റേഷ്യോൻ്റെ വാല്യൂവിനനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഈ ആറിൻ്റെ വാല്യൂ ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. അതായത് ഇപ്പോൾ സപ്പോസ് ഇഫ് ആർ ഇസ് ഗ്രേറ്റർ ദാൻ 1, ഇപ്പോൾ നിങ്ങൾ പല കേസസിൽ പല ബിഹേവിയറാണ്. എന്താണെന്ന് വെച്ചാൽ 1-നേക്കാളും വലിയ ആറിന് ഒരു തരത്തിലാണ് ബിഹേവ് ചെയ്യണേ, 1-ന് വേറൊരു തരത്തിലാണ് ബിഹേവ് ചെയ്യണേ, 0-നും 1-നും ഇടയ്ക്കുള്ളയും അതുപോലെ 0-നും -1-നും ഇടയ്ക്കുള്ള ഈ വാല്യൂ വരുമ്പോഴത്തേക്കും ദിസ് സീക്വൻസ് ആക്ച്വലി കൺവേർജസ് ടു 0. അതിൽ -1-ന് അത് വേറെ തരത്തിലാണ് ബിഹേവ് ചെയ്യണേ, -1-ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന വാല്യൂസിന് വേറെ തരത്തിലാണ് ബിഹേവ് ചെയ്യണേ. അപ്പോൾ ഇങ്ങനെ പല കേസസിൽ പല തരത്തിലുള്ള ബിഹേവിയറാണ് അതിന് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളത് ജസ്റ്റ് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ്. കാരണം വേറെ കുറേ നമ്മളിപ്പോൾ ലിമിറ്റിൻ്റെ കേസ് മാത്രമേ, കൺവേർജൻസ് മാത്രമേ ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ബാക്കി ഡൈവേർജൻസിൻ്റെ ഡിഫറെൻറ്റ് കേസസ് ഒന്നും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അധികം ഡിസ്കസ് ചെയ്തിട്ടില്ല. കൺവേർജൻ്റ് അല്ലാത്ത സീക്വൻസസിനെ ഡൈവേർജൻ്റ് എന്ന് പറയുന്നു എന്ന് മാത്രമേ നമ്മൾ ഡെഫിനിഷനിൽ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ പല പല കേസസ് എന്തൊക്കെയാണെന്നുള്ളത്. ഇത്ര ഓർക്കുക, ബൗണ്ടഡ് സീക്വൻസ് വിത്ത് യുണീക്ക് ലിമിറ്റ് പോയിന്റ് ആണ് കൺവേർജ് ചെയ്യുന്നത്. അതിൻ്റെ ആ യുണീക്ക് ലിമിറ്റ് പോയിന്റ് ആണ് ലിമിറ്റ് എന്നും പറയുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ r ഈക്വൽ ടു 1 ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, r ഈക്വൽ ടു 1 ആണെങ്കിൽ സീക്വൻസ് r raised to n എന്ന് പറയുന്നത് sequence 1 1 1 1 etc. It is a constant sequence and constant sequence converges to that constant itself. 1 എന്ന് പറയുന്ന യുണീക്ക് ലിമിറ്റ് പോയിന്റിലേക്ക് തന്നെ കൺവേർജ് ചെയ്യും. r greater than 1 ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 2 ആണെന്ന് വിചാരിക്കും. 2 ആണെങ്കിൽ ഈ സീക്വൻസ് വരിക 2 2 square 2 cube 2 raised to 4 etc. So clearly that sequence r raised to n എന്ന് പറഞ്ഞ സീക്വൻസിൽ you get terms like r, r square, r cube etc. So you can see that since r is greater than 1, r നേക്കാളും വലുതായിരിക്കും r square, അതിനേക്കാളും വലുതായിരിക്കും r cube, അതിനേക്കാളും വലുതായിരിക്കും r raised to 4 and so on. And you can see that this is an unbounded above sequence. So clearly it's unbounded above. An unbounded sequence will not converge. Bounded sequenceൽ തന്നെ യുണീക്ക് ലിമിറ്റ് പോയിന്റ് ഉള്ള കേസിൽ മാത്രമേ കൺവേർജ് ചെയ്യുള്ളൂ. സോ അൺബൗണ്ടഡ് സീക്വൻസ് ആണ്, അൺബൗണ്ടഡ് എബവ് ആണ്. So in that case, this is clearly bounded below by r but unbounded above, and it has no real limit points. You can see that it has no real limit points. So in this case we say that it diverges to infinity. This is it is diverges to infinity. നമ്മൾ യൂഷ്വലി ഇങ്ങനെ തന്നെയാണ് എഴുതുന്നത്. കൺവേർജസ് എന്നല്ല, ഇത് ഡൈവേർജസ് ടു ഇൻഫിനിറ്റി തന്നെയാണ്. ഇറ്റ്സ് നോട്ട് കൺവേർജൻ. There is no real number to which it converge. ഇനി r ഈക്വൽ ടു -1 ആണെങ്കിൽ, ഞാൻ അതിൻ്റെ ഇടയ്ക്കുള്ള കേസ് പിന്നെ പറയാം. r ഈക്വൽ ടു -1 ആണെങ്കിൽ, -1-നും 1-നും ഇടയ്ക്കാണെങ്കിൽ അത് കൺവേർജസ് ടു 0 ആണ്. അത് നമുക്ക് പ്രൂവ് ചെയ്യണം. അതാണ് നമുക്കിപ്പോൾ പ്രൂവ് ചെയ്യാനുള്ളത്. r ഈക്വൽ ടു -1 ആണെങ്കിൽ ക്ലിയർലി r raised to n എന്ന് പറഞ്ഞാൽ -1 raised to n ആണ്. So it is -1 1 -1 1 etc. So that sequence has it's a bounded sequence with two limit points. -1 and 1 are limit points of the sequence. You cannot find out a point to which it converges.
ഏത് 1 ആണെങ്കിലും -1 ആണെങ്കിലും അത് ലിമിറ്റ് പോയിന്റ് ആണ്, പക്ഷെ അത് ലിമിറ്റ് അല്ല. കാരണം 1ന്റെ ഏത് ഒരു കുഞ്ഞ് നൈബർഹുഡ് എടുത്തിട്ടുണ്ടെങ്കിൽ there are infinitely many terms inside that neighborhood, but still you cannot find out a stage m such that each and every term of the sequence is inside that neighborhood after the mth term. അതായത് ആ നൈബർഹുഡിന്റെ വെളിയിലും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ട്. -1 എന്ന് പറയുന്നത് ഇൻഫിനിറ്റ്ലി മെനി ടൈംസ് സീക്വൻസിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ 1ന്റെ ഒരു കുഞ്ഞ് നൈബർഹുഡ് എടുക്കുകയാണെങ്കിൽ, അത് -1 ഉൾക്കൊള്ളാത്ത ഒരു നൈബർഹുഡ് എടുക്കുകയാണെങ്കിൽ ആ നൈബർഹുഡിന്റെ വെളിയിലും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ടെന്ന് പറയും. അപ്പൊ ലിമിറ്റ് ആണെങ്കിൽ ഏത് നൈബർഹുഡ് എടുത്താലും അതിന്റെ ഉള്ളിൽ ഇൻഫിനിറ്റ്ലി മെനി ടേംസും അതിന്റെ വെളിയിൽ ഫൈനൈറ്റ്ലി മെനി ടേംസേ വരാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ ലിമിറ്റ് പോയിന്റ് ആവും, പക്ഷെ ഇത് ലിമിറ്റ് അല്ലാണ്ട് വരും. 1 ആണെങ്കിലും അതെ, -1 ആണെങ്കിലും അതെ. ഇത് കൺവേർജ് ചെയ്യില്ല, ഡൈവേർജന്റ് ആണ്. ഇത് ബൗണ്ടഡ് സീക്വൻസ് വിത്ത് മോർ ദാൻ 1 ലിമിറ്റ് പോയിന്റ് ആയതുകൊണ്ട് ഇതിനെ പറയുന്നത് ഓസിലേറ്റ്സ് ഫൈനൈറ്റ്ലി എന്ന് പറയും. ദിസ് സീക്വൻസ് ഓസിലേറ്റ്സ് ഫൈനൈറ്റ്ലി എന്ന് പറയും. അതുപോലെ തന്നെ if you consider the case when r is less than -1, you can say that r raised to n will have both positive and negative terms. കാരണം r is less than -1, so you can write r is equal to negative of some number, say t, where t is a number greater than 1. Then if you consider the sequence r raised to n, that is -t raised to n, so that sequence will contain the terms, negative terms, positive terms as well, tq, t raised to 4 and so on. Clearly t is greater than 1, so -t നേക്കാളും ചെറുതാണ് -t², അതിനേക്കാളും -tq, അതിനേക്കാളും ചെറുതാണ് -t raised to 5, അതിനേക്കാളും ചെറുതാണ് -t raised to 7 and so on. So this ഇതിലെ ഓഡ് ടേംസ് അൺബൗണ്ടഡ് ബിലോ ആയിട്ട് പോവും. ആൻഡ് ഈവൻ ടേംസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെ കൂടിയാണ് വരുന്നത്, ഇൻക്രീസ് ചെയ്ത് വരും. സോ ദോസ് ടേംസ് ആർ അൺബൗണ്ടഡ് എബോവ്. അപ്പോൾ ഈ സീക്വൻസ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബോത്ത് അൺബൗണ്ടഡ് എബോവ് ആൻഡ് അൺബൗണ്ടഡ് ബിലോ. അപ്പോൾ ഈ കേസിനെ നമ്മൾ യൂഷ്വലി പറയുന്നത് ഓസിലേറ്റ്സ്. ഇത് ഡൈവേർജസ് ടു ഇൻഫിനിറ്റിയും അല്ല, ഡൈവേർജസ് ടു -ഇൻഫിനിറ്റിയും അല്ല. ആ രണ്ടും അല്ലാത്ത ബാക്കി എല്ലാ അൺബൗണ്ടഡ് സീക്വൻസസിനെ നമ്മൾ ഓസിലേറ്റ്സ് ഇൻഫൈനൈറ്റ്ലി എന്നാണ് പറയാ. സോ ദീസ് ആർ ഓൾ ദ ഡിഫറെന്റ് കേസസ് ഓഫ് പോസിബിൾ വാല്യൂസ് ഓഫ് ആർ. ഇതിലിപ്പോൾ പറഞ്ഞതിൻ്റെ അകത്ത് r = 1 എന്നുള്ള കേസിലാണ് കൺവേർജന്റ് വന്നത്. ഇനി ഒരു കേസിലും കൂടെ കൺവേർജന്റ് വരും നമ്മൾ ഡിസ്കസ് ചെയ്യാത്തത്. r greater than 1 ഡിസ്കസ് ചെയ്തു, r = 1 ഡിസ്കസ് ചെയ്തു, r between 1 and -1 ഡിസ്കസ് ചെയ്തില്ല. -1 ഡിസ്കസ് ചെയ്തു, -1നേക്കാളും ചെറുതായിട്ടുള്ളത് ഡിസ്കസ് ചെയ്തു. അപ്പോൾ വേറൊരു കേസാണ് നമുക്കിനിയുള്ളത് r between -1 and +1. So in that case it will converge, the sequence will converge to 0. അതായത് if r is between -1 and +1, or I can write modulus of r is less than 1, then the sequence r raised to n converges to 0. So ഇതെങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും നോക്കാം. So here modulus of r is less than 1. So clearly 1/modulus of r is greater than 1. So I can write this number. This is a number greater than 1. So that 1/modulus of r can be written as 1 plus a positive number. So 1 plus h, where h is a positive number. Then modulus of r raised to n. Or when you write an epsilon, when you take an epsilon, so let epsilon greater than 0 be given. Then we try to find out modulus of Sn minus L. Here modulus of Sn is so here what is Sn? Sn is r raised to n and the limit L is 0. So modulus of Sn minus L is modulus of r raised to n minus 0. So modulus of r raised to n. This is same as mod r raised to n by the property of modulus. You know that modulus of AB is same as mod A into mod B.
And this you can write it in terms of 1 plus h or h in the terms എഴുതാം എങ്ങനെ മോഡിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് 1 plus h is same as 1 by mod r. So I can write mod r raised to n. Mod r is 1 by 1 plus h. So that mod r raised to n is 1 by 1 plus h raised to n. And by Bernoulli's inequality, you know that Bernoulli's inequality, you know that for every x greater than 0, 1 plus x the whole raised to n is greater than 1 plus nx. So here h is positive, so 1 plus h raised to n is greater than 1 plus nh. So 1 divided by 1 plus h raised to n is less than 1 divided by 1 plus nh by Bernoulli's inequality. So I can write here this is less than 1 divided by 1 plus nh, and if this is less than epsilon, this is less than epsilon whenever 1 plus nh is greater than 1 by epsilon. So nh is greater than 1 by epsilon minus 1 will come. So to avoid that, to assure that right hand side n greater than a positive number എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് you can make this, compare this with 1 plus nh. 1 by 1 plus nh is denominator വലുതായതുകൊണ്ട് this is smaller. Okay, so clearly this is less than 1 by 1 by nh, and this is less than epsilon whenever nh is greater than 1 by epsilon. Okay, nh is greater than 1 by epsilon. So this is true if and only if nh is greater than 1 by epsilon. That is true if and only if n is greater than 1 by epsilon h. Now this right hand side is positive, that is guaranteed since epsilon is positive and h is also positive. So this is positive. So I can write choose a positive integer greater than this 1 by epsilon h, then it will hold. Choose a positive integer m such that m is greater than 1 by epsilon into h. Then this condition says that modulus of Sn minus L or modulus of r raised to n minus 0 is less than epsilon for all n greater than or equal to m. That is Sn converges to L or r raised to n converges to 0, provided mod r is less than 1. Okay, so this is the convergence of geometric sequence. ഇത് തന്നെ നിങ്ങളിപ്പോൾ ചോദിക്കുന്നത് സപ്പോസ് -1നും 0നും ഇടയ്ക്കുള്ള വാല്യൂസിനെ പറ്റി മെൻഷൻ ചെയ്യാതെ സപ്പോസ് യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ഇങ്ങനെയാണ് പറയുന്നത് പ്രൂവ് ദാറ്റ്, സപ്പോസ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വിചാരിക്കും, പ്രൂവ് ദാറ്റ് the geometric sequence r raised to n converges to 0 if 0 less than r less than 1. പോസിറ്റീവ് വാല്യൂസിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ മോഡ് ആർ എന്ന് എഴുതിയിരിക്കുന്ന സ്ഥാനത്തൊക്കെ നിങ്ങൾക്ക് മോഡുലസ് എഴുതേണ്ട ആവശ്യമില്ല, കാരണം ആർ ഇസ് പോസിറ്റീവ്. ഇതേ പ്രൂഫ് തന്നെ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. ആർ ലെസ് ദാൻ ആർ ഇസ് പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ യു ക്യാൻ റൈറ്റ് 1 by r is greater than 1. And 1 by r can be written as 1 plus h for some positive h, and then you can write its power raised to n. So you will get 1 by 1 plus h the whole raised to n, and that is by Bernoulli's inequality, that is greater than 1 plus nh. And then you can take the reciprocal, r raised to n is less than 1 divided by 1 plus nh. Now ഇതുപോലെ ബാക്കി ചെയ്യാം. ഒരു എപ്സിലോൺ എടുക്കുന്നു, എന്നിട്ട് മോഡുലസ് ഓഫ് Sn മൈനസ് എൽ കൺസിഡർ ചെയ്യുന്നു,
അപ്പോൾ ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ r⁻n -0. r പോസിറ്റീവ് ആയതുകൊണ്ട് യു മേ നോട്ട് റൈറ്റ് ദ മോഡുലസ് സൈൻ, r⁻n തന്നെ എഴുതാം. And this is less than 1/1 plus nh, that is true. And this is less than 1/nh since 1 is positive. And this is less than epsilon if n is greater than 1/epsilon h. എന്നിട്ട് ഇതിന് വലിയതായിട്ടുള്ള ഒരു m എടുത്താൽ മതി. അപ്പോൾ ഇത് സെയിം പ്രൂഫ് തന്നെയാണ്. You can omit the modulus sign if it is mentioned that r is positive. അപ്പോൾ ഇത് കുറച്ചുകൂടി ജനറൽ കേസാണ് നമ്മൾ പ്രൂവ് ചെയ്ത്. Not only in the case when r is between 0 and 1, actually you can prove this for the case when r is between -1 and 1. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടാവുക ഇങ്ങനെയാണ്. ടെക്സ്റ്റ് ബുക്കിൽ r ഒന്നും അല്ല b⁻n ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പ്രൂവ് ദാറ്റ് b⁻n is convergent to 0 if b is a positive real number less than 1. So ഇത് തന്നെ സെയിം തിങ്, ആറിന് പകരം ബി ആന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മോഡുലസ് എടുക്കേണ്ട ആവശ്യമില്ല, പി ഈസ് ഗിവൺ ടു ബി എ പോസിറ്റീവ് നമ്പർ. അപ്പം ഇങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ, സെയിം പ്രൂഫ് തന്നെയാണ്. സോ ദിസ് ഇസ് മോർ ജനറൽ കേസ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ജോമെട്രിക് സീക്വൻസിന്റെ ബിഹേവിയർ ഒന്ന് ജനറലി മനസ്സിലുണ്ടാവണം. എന്നിട്ട് അത് എപ്പോഴൊക്കെയാണ് കൺവേർജ് ചെയ്യാന്ന് വെച്ചാൽ രണ്ട് കേസിലാണ് കൺവേർജ് ചെയ്യണേ. r = 1 കൺവേർജ് ചെയ്യും. r = 1 ആകുമ്പോൾ ഈ സീക്വൻസ് becomes the constant sequence 1 1 1 1 etc. It will converge to the number 1. And when it is between -1 and 1, if r is lying between -1 and 1, that is when the modulus is less than 1, it will converge to 0. So these are the two cases. In all the other cases it is divergent. So geometric sequence, I can write the sequence converges if and only if r is r ന്റെ വാല്യൂ -1 വലുതും 1 ചെറുതും 1 ആവാം, 1 ആയാലും അത് കൺവേർജ് ചെയ്യും. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ആൻഡ് വാട്ട് അബൌട്ട് ദ ലിമിറ്റ്? ലിമിറ്റിനെ പറ്റി നിങ്ങൾക്ക് എന്ത് പറയാം? And the limit of r⁻n, limit n goes to infinity, r⁻n is, it has two values. If r is equal to 1, that limit is 1. And if r is between -1 and 1, that limit is 0. So these are the two possible values of the limit of geometric sequence. അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം കേട്ടോ, ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ജോമെട്രിക് സീക്വൻസിന്റെ ലിമിറ്റ്. ബാക്കിയുള്ള കേസസ് ഒക്കെയും ആക്ച്വലി നമുക്ക് ഇതുപോലെ അതിന്റെ ഡെഫിനേഷൻ യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനത് പ്രൂവ് ചെയ്യുന്നില്ല. നിങ്ങളുടെ സിലബസിൽ അത് ബാക്കിയുള്ള ഡൈവേർജൻസ് സീക്വൻസസിന്റെ ക്ലാസിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് ചെയ്യുന്നില്ല. കൺവേർജൻസ് മാത്രം പ്രൂവ് ചെയ്തു. മനസ്സിലായെന്ന് വിചാരിക്കണു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും.